ഒരിക്കലുമല്ല. സുംബ എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എക്സസൈസ് ആണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താലോ, നമ്മളൊരു പൂളിൽ സ്വിമ്മിങ്ങിന് പോയാലോ, ഒരു 1 hour വർക്കൗട്ട്, അതിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് സുംബ 1 hour ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ വൈ സുംബ സ്റ്റാൻഡ്സ് ഔട്ട് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം സുംബ ഒരു വർക്കൗട്ട് ഫോം ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ഇറ്റ്സ് എ യുണീക്ക് വേ ടു വർക്കൗട്ട്. കാരണം സുംബയുടെ നമുക്കൊരു മൊണോട്ടനസ് ഇത് ഫീൽ ചെയ്യില്ല സുംബ ചെയ്യുമ്പോൾ. ബിക്കോസ് നമുക്ക് അത്രയും ഒരു പെപ്പി നമ്പേഴ്സ് ആയിട്ടുള്ള പാട്ടുകളും നല്ല സ്റ്റെപ്സും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ഫോമാണ് സുംബ. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു ഡെഫിനറ്റ്ലി നോട്ട് എ വില്ലൻ. സുംബ ഒരു വില്ലൻ അല്ല. സുംബ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക്, ഒത്തിരി ആൾക്കാർക്ക് അറിയാം ഓൾറെഡി. പക്ഷേ കൂടുതൽ ആൾക്കാർക്ക് ഇതുവഴി ഇതിനെക്കുറിച്ച് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഇൻഫർമേഷൻ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് സുംബേനെ ഒരു നെഗറ്റീവായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കേണ്ടതായിരുന്നു. ഈ പേരിന് മുമ്പ് സിൻ, അത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അത് ഞങ്ങൾ ലൈസൻസ്ഡ് സുംബ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാം ഒരു സുംബ ഇൻസ്ട്രക്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വി അഡ്രസ് ആർ സെൽഫ് ആസ് സിൻ. ഇപ്പോൾ സിൻ ശ്രീദേവി അല്ലെങ്കിൽ സിൻ കിഷോർ, അങ്ങനെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാറ്. ഇപ്പം എത്ര വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ്? ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിവാദവും തുടർന്നുണ്ടാവുന്ന ഒരു വിശദീകരണവും ഒക്കെ ആദ്യമായിട്ടായിരിക്കും സംഭവിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. കാരണം നമ്മൾ ഒത്തിരി സുംബയുടെ കോർപ്പറേറ്റ് ഷോസും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 8 കൊല്ലമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 2017 തൊട്ട് ഞാൻ സുംബ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ബാംഗ്ലൂരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും ഞാൻ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് സുംബയെക്കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാമെന്ന് എനിക്ക് ഇപ്പോഴാണ്, ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോഴാണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത്. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ഷോക്കിംഗ് ടു നോ ദാറ്റ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സുംബയും സാംബയുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം പലപ്പോഴും ഈ സുംബ എന്ന് പറഞ്ഞ പലരും സാംബയുടെ ആ വീഡിയോസാണ് കാണുന്നതും, അങ്ങനെ ആ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു സുംബയും സാംബയും തമ്മിലുള്ള തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, മേ ബി. പക്ഷേ എനിക്ക് തോന്നുന്നു സുംബയും സാംബയും തമ്മിൽ ഒരൊറ്റ ഇതേ ഉള്ളൂ, എന്താ, ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ സ്പെല്ലിംഗ് മാത്രമായിരിക്കും. അല്ലാതെ സുംബയും സാംബയായിട്ട് യാതൊരു ബന്ധവുമില്ല. സുംബ ആസ് എ പ്യോർ ഫോം ഓഫ് എക്സസൈസ്. അതായത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ് എന്നുള്ളത്. ഒരു 1 hour ഓഫ് അടിപൊളി വേ ഓഫ് എക്സസൈസ് ആണ്. അല്ലാതെ സാംബയായിട്ട് യാതൊരു ബന്ധമില്ല.